പാലക്കാട് വടക്കഞ്ചേരി പെട്രോൾ പമ്പിലെ പണം കവർന്ന പ്രതികൾ പിടിയിൽ. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. മറ്റൊരു കേസിൽ പിടിയിലായ പ്രതികൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വടക്കഞ്ചേരിയിലെ മോഷണം സമ്മതിക്കുകയായിരുന്നു. കോഴിക്കോട് പന്ന്യങ്കര പോലീസാണ് പ്രതികളെ പിടിച്ചത്. കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പന്ന്യങ്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് പരപ്പനങ്ങാടി സ്വദേശികളായ റസലും ആഷിഖും. കഴിഞ്ഞ ഫെബ്രുവരി 15-നായിരുന്നു മോഷണം. ഇവർക്കായുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് വടക്കാഞ്ചേരിയിലെ പന്തലമ്പാടത്തെ പെട്രോൾ പമ്പിലെ മോഷണം. പെട്രോൾ പമ്പിൽ നിന്ന് 48,398 രൂപ അടങ്ങിയ ബാഗുമായി പ്രതികൾ കടന്നുകളയുകയായിരുന്നു. പ്രതികളുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. എറണാകുളത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി പ്രതികൾ കറങ്ങി നടക്കുന്നതിനിടെയാണ് പന്ന്യങ്കര പോലീസിന്റെ പിടിയിലായത്. പ്രതികൾക്കെതിരെ 10 ജില്ലകളിൽ കേസുകൾ ഉണ്ട്. പ്രതികൾ കുട്ടികളെ ഉപയോഗിച്ച് മോഷണം നടത്തിയിരുന്നതായും പന്ന്യങ്കര CI S സതീഷ് കുമാർ പറഞ്ഞു. മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പ്രതികളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. ഈ രണ്ടുപേരും പരപ്പനങ്ങാടി സ്വദേശികളാണ്, മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി സ്വദേശികളാണ്. ഇവരുടെ ഒരു മോഡസ് എന്ന് പറയുന്നത് ബൈക്ക് മോഷണം നടത്തി പല ജില്ലകളിലായിട്ട് പെട്രോൾ പമ്പുകൾ ബേസ് ചെയ്തിട്ട് കവർച്ച നടത്തുക, വഴിയോരത്തിലുള്ള കടകൾ ബ്രേക്ക് ചെയ്തിട്ട് മോഷണം നടത്തുക, ഇതാണ് അവരുടെ ഒരു മോഡസ് എന്ന് പറയുന്നത്. ഇവർക്ക് 10 ജില്ലകളിൽ ഇവർക്ക് കേസുണ്ട്. പിന്നെ നിരവധി മൊബൈൽ ഫോണുകൾ, സ്കൂൾ കുട്ടികളെ കൊണ്ട് മൊബൈൽ ഫോണ് മോഷണം നടത്തിയതിന് ശേഷം അവർക്ക് ചെറിയ പൈസ കൊടുത്തിട്ട് 1000 രൂപ കൊടുത്തിട്ട് കഞ്ചാവും കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് മോഷണം നടത്തിയിട്ട് ആ മോഷണ മുതലുകൾ തിരൂരിലെ പല മൊബൈൽ ഷോപ്പുകളിലും ഒരു വിറ്റതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമകളായ ഇരുവരും മോഷ്ടിച്ച ബൈക്കുകളുമായി പെട്രോൾ പമ്പുകളിലും വിവിധ കടകളിലും മോഷണം നടത്തുന്നതാണ് പതിവ്. കല്ലായിൽ നിന്ന് മോഷ്ടിച്ച ബൈക്ക് മലപ്പുറത്തെ പൊളിമാർക്കറ്റിൽ വിറ്റു എന്നാണ് പ്രതികൾ നൽകിയ മൊഴി. കൈരളി ന്യൂസ്, പാലക്കാട്.